ഹലോ, ഞാൻ അശ്വതി സന്തോഷ് ഫ്രം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോന്നി. സോ ഇതാണ് ഞങ്ങളുടെ ഹോസ്റ്റൽ. നോക്കൂ. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളെ ഹോസ്റ്റൽ കാണിച്ചു തരാം. ഞങ്ങളുടെ ഗേൾസ് ഹോസ്റ്റൽ ജിഎംസി കോന്നി. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഹോസ്റ്റലിൻ്റെ പ്രധാന വാതിൽ. ഇവിടെ നമ്മൾ രണ്ട് സൈഡിലും കുറേ പൂച്ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. പ്രധാന വാതിലിലൂടെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിങ്ങനെ കാണാം. ഡോറ് കഴിഞ്ഞ് കയറി വരുമ്പം ഇവിടെ ഒരു മിററുണ്ട്. ആൻഡ് ഹിയർ ഫ്രിഡ്ജ് ഉണ്ട്. നമുക്ക് ഡബിൾ ഡോറൊക്കെ ഉള്ള ഫ്രിഡ്ജാണ്. ഫ്രിഡ്ജ് തുറന്നാൽ പലതരം സാധനങ്ങൾ. പിന്നെ ഇവിടെ കൗച്ചസ് ഉണ്ട്, 2 എണ്ണം, വിസിറ്റേഴ്സ് ഒക്കെ വരുമ്പോൾ ഇരിക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് ഫ്രം ഹിയർ വി ഹാവ് അവർ വിസിറ്റേഴ്സ് ലോഞ്ച്. ഇവിടെ നമ്മുടെ സെക്യൂരിറ്റി ചേച്ചി ഇരിക്കും. പിന്നെ ഇവിടെയാണ് നമ്മുടെ ക്യാമറ സർവൈലൻസ് ഒക്കെ. ആൻഡ് രജിസ്റ്റേഴ്സും അറ്റൻഡൻസ് ബുക്കും എല്ലാം ഇവിടെ. പിന്നെ ഇവിടേക്ക് വരുമ്പം സ്റ്റെപ്പ് ഉണ്ട്, പിന്നെ ലിഫ്റ്റ് 2 എണ്ണം ഉണ്ട്. സ്റ്റെപ്സ് കയറി നമുക്ക് മുകളിലേക്ക് പോകാം. പിന്നെ റൈറ്റിലേക്ക് വരുമ്പം നമ്മുടെ വാർഡന്റെ റൂം ഇവിടെയാണ്. പിന്നെ ഒരു കോമൺ റൂം ഉണ്ട്, അവിടെ സ്റ്റഡി റൂമാണ്. അവിടെ എയർ കണ്ടീഷനൊക്കെയാണ്, അവിടെ പിള്ളേർ പഠിക്കുന്നുണ്ട്. സോ ഞാൻ വേറൊരു ഷോട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റഡി റൂം. ഇവിടെ നമുക്ക് 2 AC ഒക്കെ ഉണ്ട്. ഇവിടെ കുറേ ടേബിൾസും ചെയർസും ഒക്കെ ഉണ്ട്. കുട്ടികൾ എപ്പോഴും ഇവിടെ വന്നിട്ട് പഠിക്കാറൊക്കെ ഉണ്ട്. പിന്നെ ലെഫ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ മെസ്സ് ഞാൻ കാണിക്കാം. ആൻഡ് ഇവിടെ ഒരു ആക്ടിവിറ്റി റൂം ഉണ്ട്. പിന്നെ അങ്ങോട്ടേക്ക് വാഷ്റൂമും ഒക്കെ ഉള്ളൂ. പിന്നെ എക്സിറ്റുകളാണ്, രണ്ട് എക്സിറ്റ്. ഇതാണ് ഞങ്ങളുടെ ഡൈനിങ് ഹാൾ അല്ലെങ്കിൽ മെസ്. ഇതാണ് ഇവിടെ വാഷ് ഏരിയ ഇതാണ്. ആൻഡ് ഇപ്പം നമുക്കിവിടെ ചൂടുള്ളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ടേബിൾസ് ഒക്കെ, ഈ ടേബിൾസിലൊക്കെയാണ് പ്ലേറ്റ്സ് ഒക്കെ വയ്ക്കുന്നത്. പിന്നെ പ്ലേറ്റ് വെക്കാനുള്ള റാക്കുണ്ട്. ആൻഡ് ഇതാണ് ടേബിൾ ആൻഡ് ചെയർസ്. ഒരു ടേബിളിന് ചുറ്റും 6 ചെയർസ് വെച്ചിട്ടാണുള്ളത്. ഇവിടെ ഇരുന്ന് നമ്മൾ എങ്ങനെയാണ് ഫുഡൊക്കെ കഴിക്കുന്നത് എന്നുള്ള ഡെമോൺസ്ട്രേഷൻ ആണിത്. മെസ്സിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആക്ടിവിറ്റി റൂം കാണാം. ഇവിടെ നമുക്ക് TV ഒക്കെ ഉണ്ട്. പിന്നെ മിററുണ്ട്, നമ്മൾ ഡാൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് മിററൊക്കെ ഉണ്ട്. ഇത് ഈ ആക്ടിവിറ്റി റൂമിൻ്റെ വേറൊരു ഫുട്ടേജാണ്. ഞാൻ കർട്ടൻസ് ഒക്കെ ഇടുന്നതിന് മുന്നേ എടുത്തതാണ്. ടേബിൾ ടെന്നീസ് കളിക്കാൻ വേണ്ടിയിട്ട് ടേബിൾ, പിന്നെ ക്യാരംസ്, ഇത് വെയിങ് മെഷീൻ. നമുക്ക് എക്സസൈസ് ചെയ്യാനായിട്ട് ഇവിടെ ട്രെഡ്മില്ലൊക്കെ ഉണ്ട്. ബാഡ്മിൻ്റൺ കളിക്കാം. ഇതാണ് ഓവറോൾ കോമൺ റൂം. പിന്നെ ടേബിൾ ടെന്നീസ് കളിക്കാനായിട്ട് അത് ട്രെഡ്മില്ല്. ആൻഡ് അവിടെ മിററുണ്ട്, പിന്നെ TV, പിന്നെ ക്യാരംസ് കളിക്കാൻ നമുക്ക് ആക്ടിവിറ്റി റൂമും കൂടെ ആണ്. പിന്നെ അതെല്ലാം ഉള്ളതാണ് ഈ റൂം. ആൻഡ് ഈ കാണുന്നത് നമുക്ക് ഡ്രിങ്കിങ് വാട്ടറിനുള്ള ഫിൽറ്റേഴ്സ് 2 എണ്ണം ഉണ്ട്. പിന്നെ ക്യാനുകളുണ്ട്. ആൻഡ് ഇത്രയൊക്കെയാണ് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിലെ കാര്യങ്ങൾ. ഞാൻ സ്റ്റെപ്പ് കയറി മുകളിൽ കാണിച്ചു തരാം. ഫസ്റ്റ് ഫ്ലോർ കാണിച്ചു തരാം. സോ ഇതാണ് ഫസ്റ്റ് ഫ്ലോർ. ഇത് ലെഫ്റ്റ് വിങ്, പിന്നെ ഇത് റൈറ്റ് വിങ്. ഇവിടെയാണ് ഞാൻ എൻ്റെ റൂം ഇവിടെയാണ്. ഇതാണ് ഞങ്ങളുടെ റൂം. ആൻഡ് ഇത് ഞങ്ങളുടെ വാഷ്റൂം. ഇവിടെ നമുക്ക് 4 വാഷ് ബേസിനുണ്ട്. പിന്നെ അതുപോലെ 4 കണ്ണാടികളുണ്ട് നമുക്ക് റെഡി ആവാനായിട്ടൊക്കെ. ആൻഡ് ഇതാണ് 4 ടോയ്ലറ്റ് ഉണ്ട് ഇവിടെ. ആയിരുന്നു ടോയ്ലറ്റ്. ആൻഡ് ഇവിടെ ബാത്റൂം. ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീൻ ഉണ്ട്. പിന്നെ ഇവിടെ ഇതുപോലെ 4 ബാത്റൂമാണ് ഉള്ളത്. ഇതാണ് ഒരു ബാത്റൂം എന്ന് പറയുന്നത്. ആൻഡ് ഇവിടെ അപ്പുറത്തെ പോലെ തന്നെ 4 വാഷ് ബേസിനും 4 കണ്ണാടിയുണ്ട്. ഇത് റൈറ്റ് വിങ്ങിലെ ബാത്റൂമാണ്. ഇത് സെയിം ആസ് അപ്പുറത്തെ സൈഡ്. ഇതാണ് ഇൻസിനറേറ്റർ. നമ്മൾ യൂസ് ചെയ്യുന്ന പാഡ്സ് ഒക്കെ കത്തിക്കാൻ വേണ്ടിയിട്ട്. എല്ലാ ഫ്ലോറിലും നമുക്ക് ഇൻസിനറേറ്റർ ഉണ്ട്. ഇതാണ് നമ്മുടെ വേസ്റ്റ് ബാസ്ക്കറ്റ്സ്. നമ്മൾ എല്ലാ ഫ്ലോറിലും ഉണ്ട്. ആൻഡ് നമ്മളെല്ലാം സെഗ്രിഗേറ്റ് ചെയ്തിട്ടാണ് ഇവിടെ ഇടുന്നത്. ഇത് 2nd ഫ്ലോറിലെ ജനലിൻ്റെ അവിടെ നിന്നിട്ടുള്ള വ്യൂ ആണ്. സോ എല്ലാ ഫ്ലോർസും സെയിമാണ്. അതുകൊണ്ട് ബാക്കി ഫ്ലോർസൊന്നും ഞാൻ കാണിക്കുന്നില്ല. പക്ഷെ ഞാൻ ലിഫ്റ്റിൽ കയറി ഞാൻ ഇനി ടെറസ് കാണിച്ചു തരാം. ടെറസാണ് ഇനി വ്യത്യസ്തമായ ഒരു സ്ഥലം. നമ്മുടെ ലിഫ്റ്റിൽ നമുക്ക് 8 പേർക്ക് കയറാം. സോ വി ആർ ഗോയിങ് ടു ദ ഫ്ലോർ.
5th ഫ്ലോറിൽ വന്ന് ലിഫ്റ്റിൽ ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകണം. 5th ഫ്ലോറിൽ നിന്ന് സ്റ്റെപ്പ് കയറി വന്നാൽ നമുക്ക് ടെറസിലെത്താം. ഇതാണ് ഞങ്ങളുടെ മനോഹരമായ ടെറസ്. തുണി ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഷെഡൊക്കെ ഉണ്ട്. ലെഫ്റ്റ് സൈഡിലേക്ക് പോകുകയാണെങ്കിൽ ഇവിടെ നമുക്ക് അതുപോലെ തന്നെ തുണി ഇരിക്കാനുള്ള സംവിധാനമുണ്ട്. പിന്നെയാ ഇതൊക്കെ ബിൽഡിങ്സ് പണിയുന്ന ബിൽഡിംഗ് ആണ്. അത് കണ്ടറിയാലോ, പണിയുന്ന ബിൽഡിങ്ങാണ് ഇത്. നമുക്ക് ഡോക്ടേഴ്സിൻ്റെ അപ്പാർട്ട്മെൻ്റ് ആണ്. തുണിയൊക്കെ നമുക്കിവിടെ തിരിച്ചിടാൻ പറ്റും. തുണികൾ ഉണങ്ങുന്നത് നമ്മളിവിടെയാണ്. കണ്ടില്ലേ ഒരു കുട്ടി ചെയ്യുന്നത്. ഷെഡ് വിച്ച് ഈസ് ഓവർ ഹിയർ ഓൾസോ നമുക്ക് കിട്ടും. ആ കാണുന്ന നമ്മുടെ ഹോസ്പിറ്റലാണ്. അവിടെ കാണുന്നത് ഹോസ്പിറ്റലാണ്. അത് വലിയ വലിയ ബിൽഡിംഗ് പണിത് വരുന്നതേ ഉള്ളൂ. രാവിലെ ഇവിടെയൊക്കെ മഞ്ഞൊക്കെ വന്ന് നല്ല അടിപൊളിയായിരിക്കും. മറ്റൊരു ദിക്കിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഇത് ബോയ്സ് ഹോസ്റ്റലാണ്. ആൻഡ് ആ കാണുന്നതാണ് നമ്മുടെ അക്കാഡമിക് ബ്ലോക്ക്. അപ്പോൾ ആ കാണുന്ന അക്കാഡമിക് ബ്ലോക്കിലേക്ക് നമ്മുടെ ഹോസ്റ്റലിൽ നിന്ന് നമ്മൾ ഇറങ്ങുകയാണെങ്കിൽ ഒരു പാട്ട് പോലും കേട്ട് തീർത്തോളം സമയമില്ല. അതിന് മുന്നേ നമ്മൾ അക്കാഡമിക് ബ്ലോക്കിലെത്തും. സോ അത്രയും കുറച്ച് ദൂരം, വളരെ കുറച്ച് ദൂരം ഹോസ്റ്റലിൽ നമുക്ക് അക്കാഡമിക് ബ്ലോക്കിലേക്കുള്ളൂ. അവിടെ നിന്ന് ഇച്ചിരി കൂടെ ദൂരം ഹോസ്പിറ്റലിലേക്ക്. നമ്മുടെ ടെറസ് ഇന്ന് രാത്രിക്ക് പൂട്ടും. രാവിലെ വന്ന് നമ്മൾ തുറന്നിട്ടാണ് തുണി വിരിക്കുക. എല്ലാ ഫ്ലോറിലും നമുക്ക് ക്യാനൊക്കെ ഉണ്ട് വെള്ളം കുടിക്കാൻ. പിന്നെ നമുക്ക് CCTV ക്യാമറാസ് ഉണ്ട്. അതുപോലെ നമുക്ക് എല്ലാ ഫ്ലോറിലും വൈഫൈ ഉണ്ട്. വൈഫൈ കണക്ഷൻ എല്ലാ ഫ്ലോറിലും ഉണ്ട്. നമ്മുടെ ഇവിടെ റാഗിംഗ് ഒന്നും ഇല്ല. പിന്നെ എല്ലാ മുക്കിലും മൂലയിലും നമുക്ക് ഫയർ എക്സ്റ്റിങ്യൂഷർ ഉണ്ട്. പിന്നെ പുറകിൽ ഏതാണ്ട് ഒരു ബാസ്കറ്റ് ബോളിൽ കളിക്കാനുള്ള സംവിധാനങ്ങൾ. ഹോസ്റ്റൽ ഫീസ് ഞങ്ങൾക്ക് പെർ മന്ത് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഫണ്ട് 900 റുപ്പീസും ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കാനായിട്ട് 50 റുപ്പീസുമാണ്. ഹോസ്റ്റൽ റൂം കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് ചെക്ക് ചെയ്ത് നോക്കൂ. അപ്പോൾ ഈ വീഡിയോ അത്രയേ ഉള്ളൂ. താങ്ക് യു.